അല്ലെ ഞാനിപ്പോ എന്റെ പേര് ആരോപണം വന്നാൽ ഞാനെല്ലാം കാണിച്ചു, ആ ഭീഷണി ഒന്നും നടക്കത്തില്ല. ആരാണ് രാഹുലിനെതിരായിട്ട് പരാതി പറഞ്ഞിരിക്കുന്നത്? ആരാണ് പരാതി എഴുതി കൊടുക്കുന്നത്? ഇത് സൃഷ്ടിച്ചെടുത്ത ആരാണോ അവർക്കെതിരായിട്ട് അതിശക്തമായ നടപടി വരും. അവർക്കൊരു പരാതി ഇല്ലാത്തടത്തോളം കാലം അത് നിലനിൽക്കില്ല. രാഹുലിനെതിരായിട്ട് ആരോ നീങ്ങിയിരിക്കുന്നു, ഇതുപോലെ കുതന്ത്രപരമായ, ഇതുപോലെ മ്ലേച്ഛകരമായ ആക്ഷേപം ഉന്നയിക്കുന്നു. അതൊക്കെ വെറും കെട്ടുകഥകളായിട്ടും പറയാനൊക്കെ ഉള്ളൂ. കാരണം അതിന് ഉടമസ്ഥരില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടെ പാലക്കാട് മണ്ഡലത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ആരോപണ പരമ്പരകളിൽപ്പെട്ട് പദവിയും പാർട്ടിയുടെ അംഗത്വവും നഷ്ടമായ രാഹുൽ ഒരാഴ്ചയായി വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. പാലക്കാട്ടിലെ MLA ഓഫീസ് പ്രവർത്തനം സജീവമാണ് എങ്കിലും 6 മാസത്തേക്കാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നതിനാൽ MLA മണ്ഡലത്തിൽ വരുമോ? MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് തുടർച്ചയുണ്ടാകുമോ? ജനപ്രതിനിധി എന്ന നിലയിൽ പ്രശ്നങ്ങളിൽ ഇടപെടൽ ഇനി എങ്ങനെയാകും തുടങ്ങിയ നിരവധി സംശയങ്ങളാണ് ജനങ്ങളിൽ ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് MLA ഫണ്ട് ചെലവഴിക്കാൻ ഉൾപ്പെടെ തടസ്സങ്ങൾ ഇല്ല എങ്കിലും മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുക ബുദ്ധിമുട്ടാകും. പാർട്ടി തലത്തിലുള്ള വിലക്കുകളും CPM-ഉം BJP-യും പ്രഖ്യാപിച്ച സമരങ്ങളും ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രവർത്തനം പ്രതിസന്ധിയിലാക്കാനാണ് സാധ്യത. അതിനിടെ ലൈംഗിക ആരോപണ പരമ്പരകൾക്ക് പിന്നാലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കുരുക്കുണ്ട്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ കാർഡുണ്ടാക്കിയെന്ന കേസിൽ ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. പ്രതികളിൽ ഒരാളുടെ മൊബൈലിൽ നിന്ന് ലഭിച്ച ശബ്ദ സന്ദേശത്തിൽ രാഹുലിന്റെ പേര് വന്നതോടെയാണ് വീണ്ടും ചോദ്യം ചെയ്യൽ എന്നാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം തന്നെയാണ് ഇന്നും ചർച്ചയ്ക്കെടുക്കുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറാണ് ഒപ്പമുള്ളത്. സാർ, ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ പാലക്കാട് മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണമെന്നാണ്. പാർട്ടി തലത്തിലുള്ള വിലക്കുകളും CPM-ഉം BJP-യും പ്രഖ്യാപിച്ച സമരങ്ങളും പ്രതിഷേധങ്ങളും ഉള്ളപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുക ബുദ്ധിമുട്ടാകില്ലേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ? ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവിടുത്തെ MLA ആണ്, അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. അത് തന്നെയല്ല, ഈ MLA അവിടെ പ്രസംഗിച്ചാലും പ്രസംഗിച്ചില്ലേലും അവിടെ പ്രതിപക്ഷങ്ങൾ, അവിടെ കോൺഗ്രസും അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ LDF ഒക്കെ പ്രകടനം നടത്തുന്നത് സ്വാഭാവികം. അതിൻ്റെ ഇടയ്ക്ക് MLA-മാർ ജീവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ ഭീഷണി ഒന്നും നടക്കില്ല. അവിടെ വയലൻസ് ഉണ്ടാകാതെ നോക്കേണ്ട ചുമതല പോലീസിനാണ്. ഇദ്ദേഹത്തിന് അവിടെ MLA ആയിരിക്കുന്നിടത്തോളം കാലം അവിടെ പോയി പ്രസംഗിക്കാം. അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്തവർ അത് കേൾക്കും, അദ്ദേഹം പറയുന്നത് ശ്രവിക്കാൻ നിൽക്കും. എന്താണ് ഇപ്പം തൻ്റെ പേരിലുണ്ടായ ആരോപണം, അതേപ്പറ്റി തീർച്ചയായിട്ടും അവരെ വോട്ട് ചെയ്തവരോടും ആ ജനപ്രതിനിധി എന്ന നിലയിൽ അത് വിശദീകരിക്കണം. അതിന് അദ്ദേഹത്തിന് റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ പോയി അത് വിശദീകരിച്ച് കൊടുക്കട്ടെ. നാട്ടുകാരുടെ അദ്ദേഹത്തിൻ്റെ അനുകൂലമായിട്ട് നിൽക്കുന്നവരും പ്രതികൂലമായിട്ട് നിൽക്കുന്നവരും എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള കേൾക്കണം. അത് ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുൻസി പോകണം, അവിടെ തന്നെ നിൽക്കണമെന്ന് ഞാൻ പറയുന്നത്. അതിനെന്താ തടസ്സം? നിയമപരമായി ഒരു തടസ്സവുമില്ല. അങ്ങനെയാണ് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്. അദ്ദേഹം അടൂർ വന്ന് ചടഞ്ഞുകൂടിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുൻസി പോയി അദ്ദേഹത്തിന്റെ അവിടുത്തെ വസതിയിൽ താമസിക്കണം, അദ്ദേഹത്തിന്റെ ആളുകളുമായിട്ട് സംസാരിക്കണം, ഇന്ററാക്ട് ചെയ്യണം. അതേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യേണ്ട ചുമതലകൾ അവിടെ നിന്ന് ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. രാഹുൽ ഇപ്പോൾ സ്വതന്ത്ര MLA ആണ്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനാൽ മണ്ഡലത്തിലെത്തിയാൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും പിന്തുണ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അപ്പോൾ രാഹുൽ മണ്ഡലത്തിൽ വരുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നോക്കേണ്ട ചുമതല അവിടുത്തെ സർക്കാരിനാണ്, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ്. അവരാണ് അത് നോക്കേണ്ടത്. കളക്ടർക്കാണ്, അല്ലെങ്കിൽ അവിടെ RDO ഉണ്ടാവും, അവരാണ് ലോ ആൻഡ് ഓർഡർ പ്രശ്നം നോക്കേണ്ടത്. അതൊക്കെ ആ ഭീഷണി ഒന്നും നടക്കത്തില്ല. കാരണം അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അത് തന്നെ ഈ പറഞ്ഞ എതിർപ്പൊന്നും അവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയമായി ചില വീമ്പിളക്കലുകൾ കേരളത്തിൽ അവിടെ ഇവിടെയും പലരും നടത്തുന്നല്ലാതെ രാഹുൽ അവിടെ പോകുന്നതിനോ ഇവിടുത്തെ ജനങ്ങൾ ഏത് വിരുദ്ധ ചേരിയിലുള്ളവർ അവിടെ പോകുന്നതിനൊന്നും ഇന്ത്യയിൽ ഒരു തടസ്സവുമില്ല, പാലക്കാട്ടുമില്ല. ആ ഭീഷണിയൊന്നും, അതൊക്കെ വളരെയധികം രാഷ്ട്രീയപരമായി പല ഭീഷണികളും ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. അതൊന്നും ആരാണ് മൈൻഡ് ചെയ്യാൻ പോകുന്നത്? അപ്പം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവിടെ പോകണം, അവിടെ പ്രവർത്തിക്കണം, നാട്ടുകാരുടെ ഇടയ്ക്ക് നിൽക്കണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പം അറിയാം. ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന
അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന വളരെയധികം ജനവിഭാഗം അവിടെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, അവിടെ പോയേ പറ്റുള്ളൂ. രാഷ്ട്രീയമായി ഇതുപോലെ യന്ത്ര വീപ്പളക്കൽ കേരളം നമ്മൾ കണ്ടതാണ്. എത്ര ആൾക്കാരെ നശിപ്പിക്കാൻ ശ്രമിച്ചു, അവരെല്ലാം പിന്നീട് തിരിച്ചു വന്നു. അവർ സജീവമായ രാഷ്ട്രീയത്തിൽ ഇപ്പൊ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഭീഷണിയൊന്നും ആരിറക്കിയാലും അതൊന്നും വിലപ്പോകില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. സമീപകാലത്ത് കോൺഗ്രസിൽ മറ്റാർക്കും ഉണ്ടാകാത്ത പതനമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേത്. ഉയർച്ചയുടെ വേഗം കൂടിയപ്പോൾ പതനത്തിന്റെ ആഴവും കൂടി. ശരിക്കും രാഹുലിനെതിരായ ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പിന്നിൽ ദുരൂഹത സംശയിക്കുന്നുണ്ടോ സാർ? തീർച്ചയായിട്ടും രാഹുലിനെതിരായിട്ട് ആരോ നീങ്ങിയിരിക്കുന്നു. ഇതുപോലെ കുതന്ത്രപരമായ, ഇതുപോലെ മ്ലേച്ഛകരമായ ആക്ഷേപം ഉന്നയിക്കുന്നു. അതനുസരിച്ച് അദ്ദേഹത്തിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു. അത് ഏത് പാർട്ടിക്കാരനായാലും ആ രീതിയിൽ ഒരാളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. അത് പ്രതിരോധിച്ചേ പറ്റുള്ളൂ. അത് തന്നെയല്ലേ ഈ കേസിനകത്ത് ആരാണ് രാഹുലിനെതിരായിട്ട് പരാതി പറഞ്ഞിരിക്കുന്നത്, ആരാണ് പരാതി എഴുതി കുറിക്കുന്നത്? 2-3 ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു റിട്ടൺ ആയിട്ടുള്ള കംപ്ലൈന്റ് ഇതുവരെ ആരും കൊടുത്തിട്ടുമില്ല. അദ്ദേഹത്തിനെതിരായിട്ട് ഓപ്പണായിട്ട് അത് വിക്ടിം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരായി അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് സംസാരിച്ച് അദ്ദേഹമായിട്ട് പിണങ്ങി നിൽക്കുന്ന അല്ലെ അദ്ദേഹമായിട്ട് മോശമായ ഒരു അന്തരീക്ഷം ഉള്ള ആരാണുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അവന്തിക എന്നൊരു ലേഡി അദ്ദേഹത്തിന് എതിരായിട്ട് ചിലത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, മോശമായി അദ്ദേഹം അവരോട് പെരുമാറി സംസാരിച്ചു എന്നൊക്കെ വാർത്ത വന്നപ്പം അവർ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് അത് രാഹുൽ മാങ്കൂട്ടം അത് വെളിപ്പെടുത്തി അദ്ദേഹം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അവരും അദ്ദേഹം തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞപ്പം ഒരു മുന്തിയ ആരോപണം അങ്ങ് തെറിച്ചുപോയി. ഇനിയിപ്പോൾ അതിനകത്ത് റിനി എന്ന പെൺകുട്ടി രാഹുലിനെതിരായിട്ട് ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ജനറലായിട്ട് പറഞ്ഞതിന് എന്താ രാഹുലിന് അങ്ങനെയാണ് കേരളത്തിലെ എല്ലാ MLA-മാർക്കും അത് ബാധകമാണല്ലോ. അവർ പ്രതികരിക്കട്ടെ. വ്യക്തിപരമായി MLA-ക്ക് എതിരായിട്ട് റിനി എന്ന പെൺകുട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ചില ആധുനിക ചിന്തകൾ ഇറക്കി വിട്ടു. ഇദ്ദേഹമായിട്ട് അടുപ്പമുണ്ടായിരിക്കാം, വിളിച്ചിട്ടുണ്ടായിരിക്കാം. അവർക്കൊരു പരാതി ഇല്ലാത്തടത്തോളം കാലം അത് നിലനിൽക്കില്ല. പിന്നെ ഒരു ഗർഭത്തിന്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നു, അതിന് ഒരു അവകാശമില്ല. ആർക്കാണ് ഗർഭം ഉണ്ടായത്? അങ്ങനെ ഒരു സംഭവം, ഒരു ആരോപണമില്ല. ഒരാളും അങ്ങനെ ഇയാൾ അവിഹിതമായി അവർക്ക് ഗർഭം ഉണ്ടാക്കിയെന്ന് ആക്ഷേപം പറഞ്ഞിട്ടുമില്ല. പിന്നെ അതൊരു മിസ്കാരേജ്, ഗർഭചിത്രം നടത്തിയോ, അതൊക്കെ വെറും കെട്ടുകഥകളായിട്ടും പറയാനൊക്കെ ഉള്ളൂ. കാരണം അതിന് ഉടമസ്ഥരില്ല, അത് പറയാൻ ആളില്ല. മിസ്കാരേജ് ഒക്കെ ഉണ്ടെങ്കിൽ BNS 88 പ്രകാരം കേസെടുക്കാം. പക്ഷെ പരാതി വേണം, അതൊരു ഗർഭസ്ഥ ശിശു വേണം, അത് മിസ്കാരേജ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ വേണം. അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരു പരാതിക്കാരിയും ഇല്ല, അങ്ങനെ ഒരു അവകാശികളും ഇല്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിനെതിരായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് സൃഷ്ടിച്ചെടുത്ത ആരാണോ അവർക്കെതിരായിട്ട് അതിശക്തമായ നടപടി വരും. ആ ആരോപണം കള്ളമാണെന്ന് തെളിഞ്ഞാൽ ആരോപണത്തെ ചുറ്റിപ്പറ്റി പ്രസ്താവന ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ നിഗ്രഹിക്കാൻ ശ്രമിച്ച കോൺഗ്രസ്സുകാരായാലും ശരി, CPM-കാരായാലും ശരി, BJP-കാരായാലും ശരി, അതിശക്തമായ നടപടി അവരുടെ പേരിൽ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും എന്തുകൊണ്ടായിരിക്കും ഗർഭഛിദ്രം ഉൾപ്പെടെ പരാതി ഉന്നയിച്ച യുവതി കേസുമായി മുന്നോട്ട് പോകാത്തത്? അങ്ങനെ ആരെങ്കിലും പരാതി ഉന്നയിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എങ്ങനെയാണ് കേസുമായിട്ട് പോകുന്നത്? അങ്ങനെ ഒരു പരാതിക്കാരിയില്ല. ആരോ ചാനലിൽ പറയുന്ന കേട്ടു, ഗർഭചിത്രം ഉണ്ടെന്ന് ആക്ഷേപിച്ചവര് അവർക്കൊരു ഗർഭവും ഇല്ല, അവരങ്ങനെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആരും അവകാശപ്പെട്ട് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ആരുടെയും പേരറിയില്ല, അഡ്രസ് അറിയില്ല. പിന്നെ ഇതുപോലുള്ള ആരോപണങ്ങൾ അന്തരീക്ഷം എല്ലാ രാഷ്ട്രീയക്കാരുടെയും എല്ലാ വ്യക്തികളുടെയും ചില വീട്ടമ്മമാരുടെ പേരിലൊക്കെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് നേരം കാണുള്ളൂ. അതൊക്കെ ഇഗ്നോർ ചെയ്ത് രാഹുലിന്റെ മണ്ഡലത്തിൽ പോയി അടിയന്തരമായി പ്രവർത്തിക്കണം. ആക്ഷേപങ്ങൾ അവിടെ കിടക്കട്ടെ. ആക്ഷേപത്തിന് കാമ്പില്ല, കഴമ്പില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞു. സാർ തന്നെ ശ്രദ്ധിച്ചു കാണും, നിരവധി ഓഡിയോ ക്ലിപ്പുകളും ചാറ്റുകളും ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഇതുവരെ പരാതിക്കാരി ഇല്ല എന്നതുകൊണ്ട് മാത്രം രാഹുൽ ഈ പറയുന്ന ആരോപണങ്ങളിൽ നിന്ന് മുക്തനാകുന്നത് എങ്ങനെയാണ്? അല്ല, ഞാനിപ്പോ എന്റെ പേരിൽ ആരോപണം വന്നാൽ ഞാനല്ല കാണിച്ചു എന്ന് പറയുന്നില്ലല്ലോ. അങ്ങേറെ വലിയ ഒരു സ്ഥായിയായ ഒരു കംപ്ലൈന്റ് ആരും കൊടുത്തിട്ടില്ല, ഒരു ട്രൂ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. ഒരു ആരോപണം അങ്ങനെ വലിയ ആരും പറയുന്നില്ല. ഇത് അന്തരീക്ഷം ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ച ഒരാളെ അദ്ദേഹത്തിനെ വ്യക്തിപരമായി ആക്ഷേപിക്കാനായിട്ട് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ വകുപ്പുകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്, ചാനലിലുണ്ട്. ആരോപണം ഇങ്ങനെ പറയുമെന്നല്ലാതെ അതിന് കഴമ്പില്ല, അതിന് ആ ആരോപണം പറയാൻ
പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയില്ല. പിന്നെ എന്തിനാണ് ഇതൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്യുക? അങ്ങനെ ഇരുവശത്തു നിന്നുള്ള അക്രമം വരുന്നത് അത് വ്യക്തിഹത്യക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചു വിടുന്നതാണ് ആരോ. അതുകൊണ്ട് അത് കോൺഗ്രസ് പാർട്ടിയോട് ഉള്ള ഒരു 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 പ്രവർത്തനത്തിന്റെ പേരിൽ ഇദ്ദേഹത്തിനെ വിക്ടിമൈസ് ചെയ്യാൻ ഇത് യുവ MLA-മാര് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. അവർക്കൊക്കെ തീർച്ചയായും മറ്റുള്ളവരെക്കാട്ടിലും വ്യത്യസ്തമായ ചിന്തയും വ്യത്യസ്തമായ കഴിവുള്ളവരാണ്. എല്ലാ പാർട്ടിയിലും ഉണ്ട്. അപ്പൊ അവര് യഥേഷ്ടം മുന്നോട്ട് പോകുമ്പം ഇതുപോലെയുള്ള ശത്രുക്കൾ അവരുടെ കൂടെയുള്ളവർ തന്നെയായിരിക്കാം, അവരുടെ പാർട്ടിയിൽ തന്നെയായിരിക്കും, അല്ലെ അവരുടെ സ്ഥാനം മോഹിക്കുന്ന അവരുടെ ഒപ്പം നിൽക്കുന്ന യൂത്ത് കോൺഗ്രസോ അല്ലെന്നുണ്ടെങ്കിൽ DYFI SFIക്കാരോ ഒക്കെ ആകാം. അപ്പൊ അവരിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. പട്ടി കുരച്ചാൽ പടി തുറക്കൂല നമ്മൾ കേട്ടിട്ടുണ്ട്. അതിങ്ങനെ കുറച്ചുകൊണ്ട് പോട്ട് എന്തിനാ അതേപ്പറ്റി കൂടുതൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നത്? ഓരോരുത്തരും ചെയ്യാനുള്ള കടമ ചെയ്യുക, പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാഹുൽ പാലക്കാട്ട് അടിയന്തരമായി അത് പോയിട്ട് അവിടെ നിന്ന് പ്രവർത്തിക്കണം എന്നാണ്. കാരണം ഒരാരോപണവും അദ്ദേഹത്തിന് സ്ഥായിയായിട്ടില്ല. ആരോപണം ഉന്നയിച്ച ഒരു വ്യക്തിയില്ല. പിന്നെ ഇപ്പൊ എന്തിനാ പേടിക്കുന്നത്? അങ്ങനെ ഉന്നയിച്ചാൽ തന്നെ അതിനകത്ത് കഴമ്പുണ്ടോ കാര്യമുണ്ടോ നിയമപരമായിട്ട് നിലനിൽക്കുക എന്നുള്ള വേറൊരു സ്റ്റേജിൽ, അത് അടുത്ത സ്റ്റേജിലാണ്. ഇപ്പൊ ഒന്നുമില്ല അന്തരീക്ഷത്തില്. അന്തരീക്ഷം കുറെ പൊടിപടലങ്ങൾ ഇങ്ങനെ പറന്നു നടക്കുന്നല്ലാതെ ഞാനൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ രാഹുലിനെ പോലെയുള്ള വ്യക്തികൾ അതങ്ങ് ഇഗ്നോർ ചെയ്യുക. ഇതുപോലെ ആക്ഷേപങ്ങൾ എതിർ ശരങ്ങൾ ഇങ്ങനെ വരുമ്പം അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോകുക. ഇതിനകത്ത് ഈ ആരോപണം ഉന്നയിച്ച ബിന്ദു കണ്ടുപിടിക്കണം. ആ കേന്ദ്ര ബിന്ദു കണ്ടുപിടിച്ചിട്ട് അതിനെ നശിപ്പിക്കാനായിട്ട് തയ്യാറാകണം. അത് അടുത്ത സ്റ്റേജിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആരോപണങ്ങളിൽ ഒന്നും കഴമ്പില്ല എങ്കിൽ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ പരാതി കൊടുക്കുന്നില്ല? മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകാവുന്നതല്ലേ? അതിനൊന്നും ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിനകത്തൊരു മാനനഷ്ടം കൊടുക്കണമെങ്കിൽ അതിനൊരു ഉറവിടം വേണം, ഒരു വ്യക്തി വേണം. അല്ലാതെ എങ്ങനെയാണ് മാനനഷ്ട കേസ് കൊടുക്കുന്നത്? ആരാണ് അവിടെ ഇവിടെ ചില പ്രസ്താവന നടത്തിയെന്നുള്ള ഒരു സ്ഥായിയായ ആരോപണം അനധികൃതമായി വെറുതെ ഒരു ആരോപണം അങ്ങ് കൊണ്ടുവന്നാൽ അതിനൊരു വ്യക്തി വേണം, എങ്കിലേ ഡിഫമേഷൻ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഡിഫമേഷൻ്റെ പോകേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ ആരോപണം പറയാൻ എല്ലാം നിഷേധിക്കാൻ പോയാൽ ഡെയിലി നിഷേധിച്ചുകൊണ്ടിരിക്കും. അത് ഇഗ്നോർ ചെയ്ത് കളയാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തുടക്കം പോലെ പറയുന്നത് അതങ്ങ് വിട്ടുകള. ഇങ്ങനെ പട്ടി കുറച്ചാൽ പടി തുറക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ചുകൊണ്ടിരിക്കട്ടെന്ന്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ കാർഡുണ്ടാക്കിയെന്ന കേസിൽ ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് രാഹുലിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സാറേ, ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കുരുക്കാനുള്ള ശ്രമമാണോ അതോ സ്വാഭാവിക നടപടിക്രമം മാത്രമാണോ ഇപ്പോൾ സംഭവിക്കുന്നത്? ക്രൈംബ്രാഞ്ചിന് അങ്ങനെ നേരിട്ടൊരു കേസ് എടുക്കാൻ കഴിയില്ലല്ലോ. അതൊക്കെ വ്യാജമല്ലേ, വാർത്തകളല്ലേ. ഒരു കേസ് എവിടെ കേരളത്തിൽ ഇന്ത്യയിൽ എവിടെ വേണേലും നമുക്ക് കൊടുക്കാം. അത് ലോക്കൽ പോലീസിലേക്ക് കൊടുക്കാനൊക്കെ ഉള്ളൂ. ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ വേറൊരു സ്റ്റേജിലേക്ക് ഒരു കേസ് എടുത്ത ശേഷം വീണ്ടും ട്രാൻസ്ഫർ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാം. ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഇതുപോലെ ഉള്ള മോശമായ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് അതൊക്കെ വെറുതെ പത്രങ്ങൾ അല്ലെങ്കിൽ ചാനലുകൾ സൃഷ്ടിച്ചു വിട്ടതാണ്. അങ്ങനെ ഒരു കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ അധികാരമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. സാറേ, ഇപ്പൊ പറഞ്ഞതെല്ലാം ശരി തന്നെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ തെളിവുകളുമായി ആരോപണം ഉന്നയിച്ച യുവതി നേരിട്ട് പരാതി നൽകിയാൽ ഇപ്പോഴത്തെ സംഭവങ്ങളെല്ലാം മാറിമറിയില്ലേ? അത് രാജിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കില്ലേ? ഒരാരോപണവും വരത്തില്ല. കാരണം ആരോപണം എല്ലാം വ്യാജമാണെന്ന് ഇപ്പം കണ്ടല്ലോ. ആരോപണം ഉന്നയിക്കാൻ ആരും കാണുന്നില്ല. ഇങ്ങനെ ചില കഥകൾ പടച്ചുവിട്ടെന്നല്ലാതെ ആരോപണത്തിന് കർത്താക്കളില്ല, അവരാരും രംഗത്തുമില്ല, ആരും ഇനി വരാനും പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വ്യാജമായ ആരോപണം ഉണ്ടെങ്കിൽ അത് പറയുന്നവര് തീർച്ചയായിട്ടും അതിന് അതിശക്തമായ നടപടി നേരിടേണ്ടി വരും. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ചിലർ പറയുന്നത് തന്നെ അവരാരും രംഗത്ത് വരാനുള്ള ധൈര്യമില്ല, രംഗത്ത് വരത്തുമില്ല. വ്യാജ ആരോപണമായിട്ട് വന്നാൽ പ്രോസിക്യൂഷൻ ഉണ്ടാവും, രാഹുലിന്റെ ഭാഗത്ത് കേസുണ്ടാവും. ഇതുപോലെയുള്ള രാഷ്ട്രീയമായ നടപടികളും രാഷ്ട്രീയമായ മുന്നോക്കവും രാഷ്ട്രീയമായ പ്രകടനവും അങ്ങനെ വ്യാജ ആരോപണം ഉന്നയിക്കുന്നവരുടെ വീടിന്റെയും അവരുടെ ഓഫീസിന്റെ മുന്നിൽ ഉണ്ടാവും. അതിനുള്ള ശക്തി രാഹുലിനുണ്ട്, ആ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അങ്ങനെ ആരും ഉമ്മാക്കി കളിച്ച് ആരെയും പേടിപ്പിക്കരുത് കേരളത്തില്.